ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആണോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മുളകിട്ട് വെച്ച മത്തി, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതും ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് വെക്കുക. പാൻ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഒരു വീതിയുള്ള പാൻ തന്നെ എടുത്തു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ഈ മീനെല്ലാം ഇങ്ങനെ കിടന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫ്രൈങ് പാൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് പൊടികളെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഈ 3 പൊടികളുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോഴും ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെ തന്നെ നമ്മൾ പൊടികളെല്ലാം ആവശ്യത്തിനായിട്ടുള്ള എരിവിനുള്ള പൊടികൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് എരിവ് ചേർക്കാവുന്നതാണ്. അത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആയതിന് ശേഷം നമുക്കിനി സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണ അഥവാ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ചെറിയ ഉള്ളി അത് നല്ലതുപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലതുപോലെ ചതഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഇനി അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അതും ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ പുളിവെള്ളം, അത് വാളംപുളിയാണ്. അത് ഞാൻ കുറച്ച് പുളി എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അപ്പം ചെറിയ ചൂടിൽ കിടന്ന് തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ കുക്കായിട്ട് വരട്ടെ. അപ്പോൾ കുക്കാവാൻ വലിയ താമസമൊന്നുമില്ല, കൈയെല്ലാം ചതച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിൽ പുളിവെള്ളം നമുക്ക് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്കിതിലോട്ട് ഒഴിക്കാം. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നാണ് നമ്മൾ ഈ മസാല നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മളെ ഗ്രേവി വന്നിരിക്കുന്നത്. ഇനി ഈ ഗ്രേവി കിടന്നാണ് നമ്മളെ താരം, അതായത് ചാള എന്ന് ചില സ്ഥലത്ത് പറയും, മത്തി എന്ന് പറയും. അപ്പോൾ അത് നല്ല വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി തന്നെ ഞാൻ മീനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ ഇതിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മീൻ കുക്കായി കിട്ടും. അപ്പോൾ കുക്കായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പതിയെ തിരിച്ചിട്ട് കൊടുക്കുക, പൊട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഈ പാൻ കുറച്ച് വീതിയുള്ളതാണെങ്കിൽ എളുപ്പമായിരിക്കും നമുക്ക് ഈ മീനെല്ലാം എടുത്ത് തിരിച്ചിടാം. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെയാണല്ലോ എല്ലാം തിരിച്ചിടുന്നത്. അപ്പം അതൊന്ന് ഗ്രേവിയെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം സ്റ്റൗ എല്ലാം ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചോറ് നല്ല മുളകിട്ട് വെച്ച മത്തിയും ഫ്രൈയും കപ്പയും നല്ല കട്ടത്തൈരും തോരനുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.